അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സാധാരണക്കാരുടെ വിഭവം എന്നറിയപ്പെടുന്ന ചക്കയെ ഇന്ന് കേരളത്തിന്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലിലെ മെനു കാർഡിൽ വരെ ഇന്ന് ചക്ക സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നമുക്കിന്ന് ചില ചക്ക വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ആദ്യം നമുക്ക് ചക്കയുടെ പോഷക ഗുണങ്ങൾ നോക്കാം. 100 ഗ്രാം ചക്കയിൽ 95 കിലോ കാലറി ഊർജമുണ്ട്. എന്നാൽ ഇതിൽ 23.5 ഗ്രാം മാത്രമേ കാർബോഹൈഡ്രേറ്റ് ഉള്ളൂ, 1.72 ഗ്രാം പ്രോട്ടീൻ, 0.64 ഗ്രാം ഫാറ്റ് ഇവയാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ ചക്കയിൽ കൊളസ്ട്രോൾ ഇല്ല. അതുപോലെ തന്നെ 1.5 ഗ്രാം ഡയറ്ററി ഫൈബേഴ്സും ഉണ്ട്. ഇനി ചക്കയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ നമുക്ക് നോക്കാം. ചക്കയിൽ ഫോളേറ്റ്, നിയാസിൻ, പിരിഡോക്സിൻ, റൈബോഫ്ലാവിൻ, തയമീൻ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ മിനറൽസ് ആയ കാൽഷ്യം, അയൺ, മെഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, സെലീനിയം, സിങ്ക് ഇവയും അടങ്ങിയിട്ടുണ്ട്. ചക്കയിൽ അടങ്ങിയിട്ടുള്ള ഫൈറ്റോ ന്യൂട്രിയൻസ് ആണ് കരോട്ടിൻ, ക്രിപ്റ്റോസാന്തിൻ, ലൂട്ടിൻ, സീക്സാന്തിൻ ഇവ. ഇനി നമുക്ക് ചക്ക കഴിച്ചാലുള്ള ഗുണങ്ങൾ നോക്കാം. ചക്ക വൈറ്റമിൻ സിയുടെയും ആന്റി ഓക്സിഡന്റ്സിന്റെയും നല്ലൊരു കലവറയാണ്. ഇത് പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സ്ഥിരമായി ഉണ്ടാകുന്ന ചുമ, ജലദോഷം ഇവയെല്ലാം ഇത് തടയും. ചക്ക ക്യാൻസറിനെ തടയും. ഈ ചക്കയിൽ ആന്റി ഓക്സിഡന്റ്സ്, ഫൈറ്റോ ന്യൂട്രിയൻസ്, ഫ്ലവനോയിഡ്സ് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ചക്ക ഉപയോഗിക്കുന്നവരിൽ ക്യാൻസറിന്റെ അളവ് വളരെയധികം കുറവാണ്. പ്രത്യേകിച്ചും ആമാശയത്തിലെയും വൻകുടലിലെയും ചെറുകുടലിലെയും ക്യാൻസറിന്റെ അളവ് വളരെയധികം കുറവാണ്. ചക്ക കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിന്റെ അളവിനെ ക്രമീകരിക്കും. സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അളവിനെ ക്രമീകരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഉയർന്ന രക്തസമ്മർദ്ദം, സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് ഇവയെല്ലാം തടയും. ഈ ചക്കയിൽ ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അത് ദഹനം ത്വരിതപ്പെടുത്തും. അതുപോലെ തന്നെ മലബന്ധം തടയുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചക്കയിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വൈറ്റമിൻ എ. ഈ വൈറ്റമിൻ എ നമ്മുടെ കാഴ്ച ശക്തി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചക്ക കഴിക്കുന്നവരിൽ കാഴ്ച ശക്തി നല്ല രീതിയിലായിരിക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കുന്നതിനും ചക്ക സഹായിക്കും, പ്രത്യേകിച്ച് ആസ്മ. ഈ ചക്കയിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഘടകമാണ്. ചക്ക സ്ഥിരമായി കഴിക്കുന്നവരിൽ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ അങ്ങനെയുള്ളവർക്ക് ബോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ചക്ക സ്ഥിരമായി കഴിക്കുന്നവർക്ക് അധികം പ്രായം തോന്നിക്കില്ല. നമ്മുടെ ശരീരത്തിലെ ചുളിവുകൾ പോകുന്നതിന് വേണ്ടി ചക്കക്കുരു അരച്ച് പുരട്ടാം. 6 ആഴ്ച വരെ ഇത് തുടരുകയാണെങ്കിൽ ചുളിവുകളെല്ലാം പോകും. ചക്കക്കുരുവിനെ നമുക്ക് നല്ലൊരു ഫേസ് പാക്കായി ഉപയോഗിക്കാം. ചക്കക്കുരുവും പാലും തേനും ചേർത്ത് മിക്സ് ചെയ്തതിനു ശേഷം ഫേസ് പാക്കായി ഉപയോഗിക്കാം. മുടിയുടെ വളർച്ചയ്ക്കും ചക്കക്കുരു സഹായിക്കും. ചക്കക്കുരുവിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വൈറ്റമിൻ എ. ഇതും മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നുണ്ട്. ചക്കയിൽ വിറ്റാമിൻ എ, സി, ഇ, കെ, നിയാസിൻ, വിറ്റാമിൻ B6, ഫോളേറ്റ്, പാൻതോതെനിക് ആസിഡ്, കോപ്പർ, മാംഗനീസ്, മെഗ്നീഷ്യം ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ചക്ക സ്ഥിരമായി കഴിക്കുന്നവരുടെ ശരീരത്തിൽ ഇരുമ്പിനെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യാനുള്ള കഴിവും കൂടുതലായിരിക്കും. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുന്നത് തടയാൻ സഹായിക്കും. ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നത് പോലെ തന്നെ പച്ചച്ചക്ക കഴിക്കുന്നവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവും കുറവായിരിക്കും, പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിൽ. അതുപോലെ തന്നെ ശരീരത്തിലെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെയും ചക്ക ക്രമീകരിക്കും. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു മൈക്രോ മിനറലാണ് കോപ്പർ. ചക്കയിൽ കോപ്പർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ചക്കയ്ക്ക് ആന്റി അൾസർ പ്രോപ്പർട്ടി കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ചക്ക സ്ഥിരമായി കഴിക്കുന്നവർക്ക് അൾസറിന്റെ സാധ്യത വളരെയധികം കുറവായിരിക്കും. ഇനി നമുക്ക് ചില ചക്ക വിഭവങ്ങൾ പരിചയപ്പെടാം. സാധാരണ അധിക പേരും ഒരു ചക്ക കിട്ടിയാൽ ചക്കയുടെ ചുളയെടുക്കും, കുരുവെടുക്കും, ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കളയും. എന്നാൽ ഇവിടെ ഞാൻ ചക്കയുടെ ഒരുവിധം എല്ലാ ഭാഗം ഉപയോഗിക്കാവുന്ന ചില റെസിപ്പികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സാധാരണ നമ്മൾ മാങ്ങ കൊണ്ടും തേങ്ങ കൊണ്ടുമെല്ലാമാണ് ചമ്മന്തി തയ്യാറാക്കിയെടുക്കാറ്. ഇതിൽ നിന്നും വ്യത്യസ്തമായി തീരെ മൂപ്പെത്താത്ത ചക്ക ഉപയോഗിച്ച് നമുക്ക് ചക്ക ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. അടുത്തതായി നമുക്ക് ഇടിച്ചക്ക എടുക്കാം. ഈ ഇടിച്ചക്ക ഉപയോഗിച്ച് നമുക്ക് ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാം, ഇടിച്ചക്ക കറി റെഡിയാക്കി എടുക്കാം. ഇറച്ചി മസാലയുടെ ടേസ്റ്റിൽ ഇടിച്ചക്ക മസാല ഉണ്ടാക്കാം. ഇറച്ചിയും ഇടിച്ചക്കയും ചേർത്ത് ഉലർത്തിയെടുക്കാം.
ഇടിച്ചക്ക കട്ട്ലേറ്റ് ഉണ്ടാക്കാം, ഇടിച്ചക്ക അച്ചാറും ഉണ്ടാക്കാം. ബീഫ് ചേർത്താണ് ഈ ഇടിച്ചക്ക ഇറച്ചി മസാല തയ്യാറാക്കി എടുക്കുന്നത്. ഇതിൽ ബീഫിന്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇടിച്ചക്കയ്ക്കും ഉണ്ടായിരിക്കുക. അതാണ് ഈ ഡിഷിന്റെ പ്രത്യേകത. ഇനി നമുക്ക് ഒരു പച്ചച്ചക്ക മുറിച്ചാൽ എന്തെല്ലാം അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. പച്ചച്ചക്ക ഉപയോഗിച്ച് നമുക്ക് ചക്ക ചിപ്സ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ചക്ക എരിശ്ശേരി ഉണ്ടാക്കാം. ചിലയിടങ്ങളിൽ ചക്ക എരിശ്ശേരിക്ക് പകരമായി ചക്ക കൂട്ടാനാണ് ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ വെജിറ്റേറിയൻ മട്ടൻ മസാല ഉണ്ടാക്കാം ചക്ക ഉപയോഗിച്ച്. അതുപോലെ തന്നെ മലബാർ ബിരിയാണി പോലെയുള്ള നല്ല ചക്ക ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ചക്ക പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള ഒരു മെത്തേഡാണ് ചക്ക പപ്പടം ഉണ്ടാക്കൽ. ചക്ക ഇല്ലാത്ത കാലത്ത് നമുക്ക് ഈ ചക്ക പപ്പടം ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പച്ചച്ചക്കയും ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും എല്ലാം ചേർത്ത് വറുത്തരച്ച് നല്ല ചക്ക മസാല കറി ഉണ്ടാക്കാം. അത് റൈസിന്റെ കൂടെയും ദോശ, ഇടിയപ്പം അവയുടെ കൂടെയും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഇടിച്ചക്ക പോലെ തന്നെ പച്ചച്ചക്ക ഉപയോഗിച്ചും നമുക്ക് അച്ചാറ് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ പച്ചച്ചക്ക കൊണ്ട് നമുക്ക് കബാബ് ഉണ്ടാക്കാം, കട്ട്ലറ്റ് ഉണ്ടാക്കാം, പച്ചച്ചക്ക കൊണ്ട് ബജി ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാം പച്ചച്ചക്ക ഉപയോഗിച്ച്. ഇനി നമുക്ക് ചക്കക്കുരു വിഭവങ്ങൾ നോക്കാം. ചക്ക പോലെ തന്നെ നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ചക്കക്കുരു ഉപയോഗിച്ചും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ചക്കക്കുരു കൊണ്ട് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ ചക്കക്കുരു ഉപയോഗിച്ച് നമുക്ക് വട, പക്കവട, ലഡു, ചക്കക്കുരു കറി, ചക്കക്കുരു മാങ്ങ കറി, ചക്കക്കുരു മാങ്ങ ചെമ്മീൻ കറി, ചക്കക്കുരു മാങ്ങ ചെമ്മീൻ മുരിങ്ങയ്ക്ക കറി, ചക്കക്കുരു ഹൽവ, ചക്കക്കുരു തോരൻ, ചക്കക്കുരു മെഴുക്കുപുരട്ടി, ചക്കക്കുരു മുരിങ്ങയ്ക്ക കറി, ചക്കക്കുരു കൈപ്പയ്ക്ക ഉപ്പേരി. ഇവയെല്ലാം നല്ല ചക്കക്കുരു നാടൻ വിഭവങ്ങളാണ്. സാധാരണ ചക്കച്ചുളയും ചക്കയുടെ കുരുവും എടുത്തതിനു ശേഷം നമ്മൾ ചക്കയുടെ മടലും അതുപോലെ തന്നെ ചക്കയുടെ ചവണിയും എല്ലാം കളയാറാണ് പതിവ്. എന്നാൽ ഈ ചക്കയുടെ മടൽ ഉപയോഗിച്ച് നമുക്ക് ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. ചക്ക മടൽ ഫ്രൈ. ഇത് ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം, അതുപോലെ തന്നെ നല്ലൊരു സ്നാക്കായും സെർവ് ചെയ്യാം. ഇനി ചക്കയുടെ ചവണി ഉപയോഗിച്ച് നമുക്ക് ചക്ക ചവണി മിക്സ്ചർ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് പഴുത്ത ചക്ക കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം എന്ന് നോക്കാം. പഴുത്ത ചക്ക ഉപയോഗിച്ച് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം, ഷെയ്ക്ക്, ചക്കപ്പഴം പൊരി, ചക്ക പ്രഥമൻ, ചക്ക ജം, ചക്ക അട, ചക്ക ലഡു, ചക്ക വരട്ടി, ചക്ക പുഡിംഗ്, ചക്ക കിണ്ണത്തപ്പം, ചക്ക കേക്ക്. ഇങ്ങനെ ഒരുപാട് വിഭവങ്ങൾ പഴുത്ത ചക്ക ഉപയോഗിച്ചും തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള അധിക വിഭവങ്ങളും എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യാത്ത വിഭവങ്ങൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്റെ ചാനലിലുള്ള ചക്ക വിഭവങ്ങൾ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്ന ഒരു പ്ലേലിസ്റ്റ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വെള്ളം പോലെ തന്നെ ചക്കയും അമൂല്യമാണ്, അത് പാഴാക്കരുത്.